ഇത് കുട്ടികളുടെ ഫേവറേറ്റ് ആണ്. പൊതുവേ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് കൊടുക്കാറ്. ഇനി ഒട്ടും പേടി കൂടാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതും ഓവനൊന്നും ഇല്ലാതെ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് ബദാം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിലക്കടല വറുത്തതും ഉപയോഗിക്കാവുന്നതാണ്. അത് മിക്സറിന്റെ ജാറിലിട്ടിട്ട് ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. പൾസ് മോഡിലിട്ട് കറക്കി കറക്കി വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ആവശ്യമായിട്ടുള്ളത്. അരക്കപ്പ് പഞ്ചസാര മിക്സറിന്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർക്കാട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് നെയ്യാണ്. അരക്കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു നെയ്യിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഫോക്കോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് നേരമൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നല്ലൊരു ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ മാത്രം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയും റാഗി പൊടിയും ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് സ്പ്രൗട്ടഡ് റാഗി ഫ്ലോറും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് സാധാരണ റാഗി പൊടി ചേർത്താലും മതിയാകും. അരക്കപ്പായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ടും റാഗിയിൽ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറക്കാത്തതായിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ലൊരു രുചി കിട്ടും, അതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. ആദ്യം ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് ആദ്യം നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പറ്റില്ലാത്ത പോലെ തോന്നും, പക്ഷേ കൈ ഉപയോഗിച്ച് നന്നായിട്ട് അമർത്തി മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം കൂടെ യോജിച്ച് വരും. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർക്കരുത്. അഥവാ നിങ്ങൾക്ക് ഇത് ബൈൻഡ് ചെയ്ത് വരുന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കൂടുതലായിട്ട് നെയ്യൊന്നും ചേർത്തിട്ടില്ല. നല്ലപോലെ തന്നെ അമർത്തി നമ്മൾ ഇതുപോലെ നീഡ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു രീതിക്ക് യോജിച്ച് വരും. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടൊന്നും ആയിരിക്കില്ല, ഇങ്ങനെ കൈ ഉപയോഗിച്ച് തൊടുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് കൂട്ടായിരിക്കും. ആ ഒരു രീതിക്ക് തന്നെയാണ് നമുക്ക് കൂട്ട് വേണ്ടത്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അരികുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അരികുകൾ ഇതുപോലെ വിണ്ട് വരുന്നതായിട്ട് തോന്നും, അത് ഇതുപോലെ ഒന്ന് പിടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ കിട്ടിക്കോളും. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം ഞാനിവിടെ ആദ്യം ഒന്ന് നെയ്യ് തടവി ഒന്ന് ഗോതമ്പ് പൊടി ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. കത്തിയുടെ ബാക്ക് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഓവൻ സെറ്റപ്പ് നേരത്തെ തന്നെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ തന്നെ പ്രീഹീറ്റ് ചെയ്യണം. ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു അല്പം വലിയ അലുമിനിയം പാത്രത്തിൽ ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ചിരിക്കുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഓവൻ സെറ്റപ്പിലേക്ക് നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് നേരം എന്തായാലും എടുക്കും. 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തുറന്ന് നോക്കിക്കോളൂ. ഇതുപോലെ നല്ലൊരു കളർ വന്നിട്ടുണ്ടാകും. ഒരുപാട് കളറൊന്നും വരില്ല, അടിഭാഗത്ത് ഒരു ചെറുതായിട്ട് കളർ വ്യത്യാസം വരും. ഇതിപ്പോൾ തന്നെ അനക്കാനും നിൽക്കരുത്. ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ചൂടൊക്കെ നല്ലപോലെ ആറി വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കുട്ടികളൊക്കെ കഴിച്ചാലും നമുക്ക് പേടിയൊന്നും വരേണ്ട ആവശ്യമില്ല. നമ്മൾക്കറിയാം ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ.